സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ഉടനെന്ന് സൂചന. ഏപ്രിലിന് മുൻപ് തീരുമാനം വന്നേക്കും. കെ സുധാകരൻ മാറിയേക്കും. അടൂർ പ്രകാശോ ബെന്നി ബെഹനാനോ KPCC അധ്യക്ഷനാകും. വികസനത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണമെന്ന് ശശി തരൂർ. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസ്. ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അഫാന്റെ ഫോണിലെ ഗൂഗിൾ ഹിസ്റ്ററി പരിശോധിക്കാൻ സൈബർ പോലീസിന് കത്ത് നൽകി. അഫാന്റെയും മാതാവ് ഷെമിയുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറി. മാതാവിന്റെ മൊഴിയെടുത്ത് കൂടുതൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം. മലപ്പുറത്ത് വൻ മയക്കുമരുന്ന് വേട്ട. കൊണ്ടോട്ടി മുതുവല്ലൂരിൽ 544 ഗ്രാം MDMAയും 775 ഗ്രാം കഞ്ചാവും പിടികൂടി. മുതുവല്ലൂർ സ്വദേശി ആകാശ് അറസ്റ്റിൽ. പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ ചില്ലറ വിൽപ്പനയ്ക്ക് എത്തിച്ച ലഹരിമരുന്ന്. ഗോഡ്സെയെ പ്രകീർത്തിച്ച NIT പ്രൊഫസർക്ക് സ്ഥാനക്കയറ്റം. ഷൈജ ആണ്ടവനെ കോഴിക്കോട് NIT ഡീനായി നിയമിച്ച് ഉത്തരവിറക്കി. നിയമനം ഗോഡ്സെയെ പ്രകീർത്തിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയവേ. സ്ഥാനക്കയറ്റം സീനിയോറിറ്റി മറികടന്നെന്ന ആക്ഷേപം. ഇന്ന് മഹാശിവരാത്രി. പിതൃതർപ്പണ പുണ്യം തേടി ആയിരങ്ങൾ. ശിവക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക്. ആലുവ മണപ്പുറത്ത് വിപുലമായ ക്രമീകരണങ്ങൾ. മഹാകുംഭമേളയ്ക്കും ഇന്ന് സമാപനം. പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തി തീർത്ഥാടകർ. ഇതുവരെ എത്തിയത് 63 കോടിയിലേറെ തീർത്ഥാടകരെന്ന ഉത്തർപ്രദേശ് സർക്കാർ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചൂട് 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. കണ്ണൂർ ചാലോട് കുറുക്കന്റെ ആക്രമണത്തിൽ വലഞ്ഞ് നാട്ടുകാർ. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സെലൻസ്കി. യുക്രൈനിലെ ധാതുഖനന അവകാശം അമേരിക്കൻ നൽകാനൊരുങ്ങുന്നുവെന്ന് സൂചന. നടപടി ട്രംപ് പുടിനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ കരാറിൽ നടത്തിയെന്ന് യുക്രൈൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന് വൈറ്റ് ഹൌസിൽ. എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കും. ക്യാബിനറ്റ് അംഗമല്ലാത്തത് ഇലോൺ മസ്കും യോഗത്തിലുണ്ടാകും. വൈറ്റ് ഹൌസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ തൃപ്തികരം. ഔദ്യോഗിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയെന്നും വത്തിക്കാൻ.